ഇതില്ലേ ഈ ക്യാപ്പ് അതൊന്ന് ഊരി തരുമല്ലോ. ഇതിന്റെ ക്യാപ്പ് ഞാൻ പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല, ഇതിന്റെ ക്യാപ്പ് ഒന്നും. അപ്പൊ ടീച്ചർ തന്നെ ഉണ്ട് സാറേ, അത് ഊരി തരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല സാറ്. രണ്ട് സാധനങ്ങൾ ഇവിടെ ഒപ്പിച്ച് കൊണ്ടുവരും. ഒരു സ്ക്രൂ ഡ്രൈവർ വേണം, ഒരു കത്തി. സ്ക്രൂ ഡ്രൈവർ, കത്തി. എന്തിനാ എന്തിനാ ഇത്? ആ ടീച്ചർ +2 ടീച്ചറാ, റിസൾട്ട് റാങ്കാ. പക്ഷെ ഇതൂരാ. ആ അത് അമ്മ പറഞ്ഞ ശരിയാ. ഒന്നും ചെയ്യണ്ട. ഇതിങ്ങനെ നിൽക്കുക, ഇത് കണ്ടില്ലേ? ഒന്നും ചെയ്യണ്ട. ഇതിങ്ങനെ വലിക്കുക, ഇതല്ല. ആ അസാൽ ഒന്നും പറ്റില്ല. ഞാനിതിൽ ഒന്നും പറ്റില്ല. ഇത്രയേ ഉള്ളൂ. എന്നുവെച്ചാല് ഇതൊന്ന് വലിക്കുക, ഇത്രയേ ഉള്ളൂ. ഇവിടെ കാര്യം അതിന് നിങ്ങളെടുത്ത് കുത്തുക, പിടിക്കുക, ഒന്നും ചെയ്യും. ഇനി ചിലപ്പോ ഇങ്ങനെ ഊരി കഴിയുമ്പോൾ അന്നേരം ഗ്യാസ് വരാൻ തുടങ്ങും. ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഊരി എടുക്കുന്ന ഗ്യാസ് വരാൻ തുടങ്ങിയാൽ നിങ്ങൾ പാനിക്കാവും. തീർച്ചയായിട്ടും പാനിക്കാവൂലേ? ഞങ്ങൾ അവിടുന്ന് വിളിക്കും. ആരെ? പാവപ്പെട്ടവരെ, ഫയർഫോഴ്സുകാരെ വിളിക്കേണ്ട നമ്പർ പറഞ്ഞാൽ 10. നിങ്ങൾക്ക് വിളിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ആർക്കും വിളിക്കേണ്ട ആവശ്യം വന്നില്ല. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇതയച്ച ഉടനെ ഗ്യാസ് വരാൻ തുടങ്ങി. നിങ്ങൾ ഉടനെ പാനിക്കായി 101 വിളിച്ചു. ഞങ്ങൾ ഉടനെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ വെറുതെ വരുമോ? ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാ വരിക? അലാറം അടിച്ച് ഒച്ചപ്പാടാക്കി നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ടുണ്ടല്ലേ വരിക അല്ലേ? ഞങ്ങൾ വേഗം ഗ്യാസിൽ കൂടി ഇപ്പൊ ഈ ഫ്ലാറ്റിലാണെങ്കിൽ ഒരു ഗ്യാസ് ഇതുപോലെ അല്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ശേഷം ഇങ്ങനെ ഒച്ചപ്പാടാക്കി ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യാന്നുണ്ട്? 90% ഞങ്ങൾ ഗ്യാസ് ലീക്കിന് എന്താണ് ഇതൊരു പ്ലാസ്റ്റിക് വേന എടുക്കും. എന്നിട്ട് വന്നിട്ട് ഇതാ രണ്ട് കുത്തിയില്ലേ ഇങ്ങോട്ട് തിരിച്ചു. പിന്നെ ഞങ്ങളെന്തിനാ വന്നേ? ഈ കുത്താൻ നിങ്ങൾ കണ്ടില്ലേ? ഈ 2 കുത്താനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഗ്യാസിലേക്ക് പോയി ഞങ്ങൾ തിരിച്ചു. ഇപ്പൊ എന്താണ് അവിടെ നടന്നത്? ഗ്യാസിലേക്ക് പോയി. എന്താണ് അവിടെ സംഭവിച്ചത്? ഇത്രയേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഇതിന്റെ ക്യാപ്പ് എടുത്തല്ല. ഈ രാത്രി നിങ്ങൾ നോക്കിയാൽ ഒരു റബ്ബർ ബുഷുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേക്കാണ്. ഈ രാത്രി റബ്ബർ ബുഷുണ്ട്. ഈ ബുഷിന്റെ ഇതിപ്പോ ഉപയോഗിച്ച ചില സിലിണ്ടർ ബുഷിന്റെ സീറ്റിങ് ക്ലിയർ ആയിരുന്നു. പക്ഷെ ബുഷ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വെക്കല്ലോ ഇതായിട്ടുണ്ടാവും. അപ്പൊ ഈ ബുഷിന്റെ സീറ്റിങ് ഇതായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഉടനെ ഇത് ക്യാപ്പ് ഊരി കൊടുത്താൽ ലീക്കാകുമ്പോൾ നിങ്ങളിപ്പോ കണ്ടില്ലേ? ലീക്കാകുമ്പോൾ ഒരു മണം ഉണ്ടാവും. ചെറിയൊരു മണം കിട്ടേ. അതെന്തിനാ? അതെന്താണ് വസ്തുത? അത് ഗ്യാസ് ലീക്ക്. അത് ഈത്തയിൽ മെർക്കാപ്പിൻ തന്നെ രാസവസ്തുവിൽ ചേർത്ത് വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് അറിയണം, ഗ്യാസ് ലീക്കാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ രാസവസ്തു. അപ്പോൾ ഞാൻ ഇപ്പൊ ഇതിനെ തുറന്ന ഉടനെ ഈ ഗ്യാസ് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. നേരത്തെ ബുഷ് സീറ്റാൻ ചിലപ്പോൾ അതിന്റെ നോബ് നോബിന്റെ നോബ് എന്തെങ്കിലും ചെറിയൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഇത് വരെ ലീക്കാൻ തുടങ്ങും. ഉടനെ നിങ്ങൾ പാനിക്കായി. ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ജസ്റ്റ് ക്യാപ്പ് എടുക്കുക, മൂടി വെക്കുക. ഇതുപോലെ മൂടി വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഓപ്പൺ സ്പേസിൽ കൊണ്ട് വെക്കുക. ടെറസിന്റെ മേലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പൺ സ്പേസ് വീട്ടിനകത്തോട്ട്. എന്നിട്ട് കുറച്ച് കൂടുതലാണെങ്കിൽ പോയെങ്കിൽ വാതിൽ ജനലൊക്കെ തുറന്നിടുക. ഇതെപ്പോഴും താഴെയായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇതിപ്പോഴും താഴെയായിരിക്കും. അതിപ്പോഴും കത്തിക്കാതെ ഗ്യാസ് ഒക്കെ തുറന്നിടുക നിങ്ങൾ ഫസ്റ്റ്. പിന്നെ നിങ്ങൾ വെച്ചാൽ ഫയർഫോഴ്സിനെ വിളിച്ച് ഞാൻ പറഞ്ഞാൽ വിളിക്കാറില്ല. പിന്നെ എപ്പോഴും ഒരു നമ്പർ ഉണ്ട് 1906 1906. ഗ്യാസ് ലീക്കായ നേരം അറിയേണ്ട ഒരു എമർജൻസി നമ്പറാണ്. 1906 1906. ഈ നമ്പർ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കാം. ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ അവർ അറിയില്ല. 1906 ഈ നമ്പർ ഓർത്ത് വെച്ചിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്. പിന്നെ രാത്രി കാലങ്ങളിൽ കിടക്കാൻ നേരത്ത്
സിലിണ്ടർ ഓഫ് ചെയ്ത് വെക്കുക. സിലിണ്ടർ മീൻസ് റെഗുലേറ്റർ ഓഫ് ചെയ്ത് വെക്കുക. റെഗുലേറ്റർ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പല വീടുകളിലും കാണുന്ന, ഇവിടെയല്ല ചില വീടുകളിൽ കാണുന്ന വെച്ചാൽ എന്തെങ്കിലും ബസ് കത്തിച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ എടുത്ത് നല്ല സ്ഥലമല്ലേ ഇതിൻ്റെ മേലെ കൊണ്ട് വെക്കുന്നതാണ്. ഇല്ലേ വെക്കുക. ചില വീടുകളിൽ കാണാനില്ലെങ്കിലും ഇതിൻ്റെ മേലെ സാധനം കത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ തന്നെ വെക്കുന്നതാണല്ലേ. ഇങ്ങനെ മറവ് എന്തെങ്കിലും ചീച്ച ചട്ടിയിൽ ഇതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. അതിന് ഉപയോഗിക്കരുത്. ചില വീടുകളിൽ കുട്ടികൾ വന്ന് അമ്മ എന്തെങ്കിലും താങ്ങി വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലം അല്ലായി. പിന്നെ ഒന്നുകൂടി ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ ഇതിന്റെ ഇത് കണ്ടില്ല D29 ഇത് അറിയില്ലേ? കണ്ടില്ല. D29 എഴുതിയില്ലേ? ഇതെന്താന്ന് അറിയാമോ? D29 ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ D എന്ന അക്ഷരം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു വർഷത്തെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു വർഷമില്ല, 12 മാസമില്ലേ, അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് എ മീൻസ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ബി ഏപ്രിൽ, മെയ്, ജൂൺ. സി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഡി ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്താണ് ഉദ്ദേശം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി സിലിണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ABCD എന്നുള്ള ഏതെങ്കിലും 4 അക്ഷരം ഉണ്ടാവും. മനസ്സിലായി. പിന്നെ ഈ 29 ഉദ്ദേശിക്കുന്നത് 2029. ദാറ്റ് മീൻസ് ഈ സിലിണ്ടർ ഇസ് സേഫ് ടു യൂസ് ടിൽ about ഡിസംബർ 2029 വരെ ഇത് സേഫ് ആണ് ഉപയോഗിക്കുന്നത്. ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഗ്യാസ് ഏജൻസിക്കാർ അവരിപ്പോ സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ കൂടുതൽ സിലിണ്ടർ നിങ്ങൾ ഉപയോഗിക്കും. C26 എന്ന സിലിണ്ടറാണ് കൊടുത്തേക്കുന്നത്. ദാറ്റ് മീൻസ് ഈ സിലിണ്ടർ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുള്ളൂ സെപ്റ്റംബർ 2026 വരെ. അവരെ സംബന്ധിച്ചിടത്തോളം ആ സിലിണ്ടർ അവർ മുമ്പേ കൊടുത്തു തീർക്കേണ്ടതായിരുന്നു. അവർ കൊടുത്തില്ല. അവരെ വരുന്ന കേരളക്കാർ. അപ്പോൾ അത് എവിടെയെങ്കിലും കൊടുത്താൽ അവർ ഒഴിവാക്കണം. അപ്പോൾ ബി കെയർഫുൾ. ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ വരുന്ന സിലിണ്ടർ. ഇനിയിപ്പോൾ അത് ലീക്കല്ല, അത് രണ്ടാമത് കൊണ്ടുപോയിട്ട് ഇത് പ്രഷർ ചെക്ക് ചെയ്യും. ഇത് ചെക്ക് ചെയ്ത് കഴിച്ച് സേഫാണെന്ന് അറിയിച്ചതിന് ശേഷം മാത്രമേ ഇത് രണ്ടാമത് ഇങ്ങനെ ഗാർഹിക ഉപയോഗത്തിന് കയറ്റി വിടും. അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഗ്യാസിൻ്റെ കാര്യം എന്തെങ്കിലും സംശയം ടീച്ചർ പറഞ്ഞു ഒന്നുമില്ല. കത്തുന്നതിൻ്റെ ഇത് ഞാൻ ഉദ്ദേശം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല അല്ലേ? ഇത് കണ്ടിട്ടില്ല. നമ്മൾ പല സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല, കണ്ടിട്ടില്ല. ഇതെന്താണ് ഞാൻ പറഞ്ഞത്? തീ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മിനിറ്റിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്നതിന് പ്രാഥമിക അഗ്നിശമന ഉപകരണമാണ്. ഇതിൻ്റെ പേരാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇല്ലേ ഇത്? ഇല്ലേ? ഇതെന്ന് പറയുന്നത് ആർക്ക് ഉപയോഗിക്കാനുള്ളതാ? നമ്മൾ വന്നിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. സാർ തന്നെ ഇപ്പൊ പറഞ്ഞു എക്സ്റ്റിംഗ്വിഷർ പറഞ്ഞത് പ്രാഥമിക അഗ്നിശമന ഉപാധിയാണ്. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ടത് ആരാണോ ഫയർ ആദ്യം കാണുന്നത്, ആരുടെ കണ്ണിലാണ് ആദ്യം ഫയർ വരുന്നത് കാണപ്പെടുന്നത്, അപ്പൊ അവരാണ് ഈ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു റെഡും ഗ്രീനും കാണാൻ പറ്റുന്നുണ്ടോ? നീഡില് ശ്രദ്ധിച്ചാ. അപ്പൊ ഈ നീഡില് ഗ്രീനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അതിന്റെ പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ നീഡില് പറയുന്നത്. അപ്പൊ അത് ഗ്രീനില് ഈ നീഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിച്ച് തീ കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എടുക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൽ പ്രഷർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു ഇത് പ്രാഥമിക അഗ്നിശമന ഉപാധിയാണ് എന്നുള്ളത്. തീ കണ്ട നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മുടെ സ്റ്റേഷനിൽ യൂസ് ചെയ്തതാണ്. നിങ്ങളുടെ അടുത്തുള്ളത് ഇവിടെ ഒരു ടാഗ് ഉണ്ടാവും, ഇവിടെ ഒരു ഗാഡ്ജറ്റ് ഉണ്ടാവും, ഒരു യെല്ലോ കളറ്, പിന്നെ ഇവിടെ ഒരു പിന്നും ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ പിന്ന് അങ്ങോട്ട് വലിച്ചു വിടുക, പിന്നെ ഇവിടെയുള്ളതും എടുത്തു മാറ്റുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്ന് വലിച്ചു വിടുക, ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന് പാസ് എന്നിട്ടൊരു കോഡ് ഉണ്ട്. പാസ് PASS. അതിൽ ഫസ്റ്റ് P ആണ് ഞാനിപ്പോ പറഞ്ഞത്, പുൾ ദ പിൻ. ഈ പിന്നെ വലിച്ചു വിടുക. നെക്സ്റ്റ് ഉള്ളത് A എന്ന് പറയുന്നത് എയിം എന്നുള്ളതാണ്. അതായത് നമ്മൾ തീയിലേക്ക് ഇത് എയിം ചെയ്യാം. എവിടെയാണ്
ചെയ്യേണ്ടത്? തീന്റെ മുകളിലേക്കല്ല, റൂട്ട് ഓഫ് ദ ഫയർ, സീറ്റ് ഓഫ് ദ ഫയർ, എവിടെയാണോ തീ ഉള്ളത് അവിടേക്ക് നമ്മൾ എയിം ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് പാസ് പറഞ്ഞില്ലേ, നെക്സ്റ്റ് വരുന്നത് എസ് ആണ്. എസ് എന്ന് പറയുന്നത് സ്ക്യൂസ് ദ ലിവർ സംഭവല്ലേ, ഇത് പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പിന്നെ പുള്ളി ചെയ്യുക, സീറ്റ് ഓഫ് ദ ഫയറിലേക്ക് എയിം ചെയ്യുക, ഇത് സ്ക്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു എസും കൂടി വരുന്നില്ലേ, അതെന്താണെന്ന് വെച്ചാൽ സ്വീപ്പ് ചെയ്യുക. ഈ സാധനം ഇങ്ങനെ സ്വീപ്പ് ചെയ്തടിക്കുക, ഒരു സ്ഥലത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അടിക്കാണ്ട് സ്വീപ്പ് ചെയ്താക്കുക. ഇപ്പൊ പാസിന്റെ കോഡാണ് ഇപ്പൊ പറഞ്ഞത്. ഫസ്റ്റ് പിന്നെ പുള്ളി ചെയ്യുക, സ്ക്യൂസ് എയിം ചെയ്യുക ഫയറിലേക്ക്, ലിവർ സ്ക്യൂസ് ചെയ്യുക, സ്വീപ്പ് ചെയ്യുക, എല്ലാ വശത്തേക്കും സ്വീപ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഫയർ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യുക? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായില്ല പറഞ്ഞത്? പിന്നെ പുള്ളി ചെയ്യുക, ഇത് എയിം ചെയ്യാം, ഇതിന്റെ അടിയിലേക്ക് എയിം ചെയ്യാം, കത്തുന്ന ഇതിലേക്കല്ല, ഫ്ലെയിമിലേക്കല്ലാണ്ട് താഴെ എയിം ചെയ്യാം. ഈ ലിവർ സ്ക്യൂസ് ചെയ്യാം, ഇത് വെച്ച് സ്വീപ്പ് ചെയ്യാം, ഒരു സ്ഥലത്തേക്ക് മാത്രം അടിക്കാണ്ട് സ്വീപ്പ് ചെയ്ത് അടിക്കുക. നിങ്ങളിത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ സാധനം എവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ ഫ്ലാറ്റിലുണ്ടോ എനിക്കറിയാം, വേറെ മാളിലുണ്ടോ, പിന്നെ തിയേറ്ററിലുണ്ട്, പെട്രോൾ പമ്പിലുണ്ട്, അല്ലേ, പല സ്ഥലത്തുണ്ട്. ഇപ്പം നിങ്ങളൊരു എക്സാമ്പിൾ, നിങ്ങളൊരു പെട്രോൾ അടിക്കാൻ പോയി, നിങ്ങൾ വണ്ടിയിൽ പെട്രോൾ അടിക്കും, പെട്ടെന്ന് നിങ്ങൾ അവിടെ ഒരു തീ പിടുത്തം കാണുകയാണ്. നിങ്ങളിപ്പോൾ പഠിച്ച് ഇത് ഉപയോഗിക്കുക അല്ലേ, ഉപയോഗിക്കാൻ പഠിച്ചില്ലേ? തീ പിടുത്തം കണ്ടു, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാം. നിങ്ങളിത് ഉപയോഗിക്കണമെങ്കിൽ ആരെ അനുവാദം ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ആ പെട്രോൾ അടിച്ച് വരുന്ന അയാളോട് ചോദിച്ചാൽ മതിയാ, അല്ല അതിൻ്റെ ക്യാബിലിരിക്കുന്ന മാനേജറോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ 101 വിളിച്ച് നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ ആരോട് ചോദിക്കട്ടെ എന്ന് ചുരുക്കി. നിങ്ങളിപ്പോൾ എന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ആ പെട്രോളിൻ്റെ ഉടമസ്ഥെ ഒരു 1000-1500 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചു വെച്ച സാധനം അയാളോട് ചോദിക്കാണ്ട് എനക്ക് തോന്നുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇതല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞ? അല്ല, അവിടെ വരുമ്പോൾ അയാളോട് ആരോട് ചോദിക്കാണ്ട് എനക്കെടുത്ത് ഉപയോഗിക്കാന്നല്ലേ? ആണോ നിങ്ങളിപ്പോൾ പറഞ്ഞത്? അതാണോ? നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഒന്നിനും ഉറച്ചേക്കോ, ഒന്നെങ്കിലും അതിലേക്കല്ലേ? അയാളോട് ചോദിക്കണ്ട, ആരോട് ചോദിക്കണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? നമുക്കൊരു മര്യാദ കാണിക്കണ്ടോ? നമ്മള് മനുഷ്യരല്ലേ, നമുക്ക് സാറേ എന്തൊന്നും എടുത്തോട്ടെ, അല്ലെങ്കിൽ ചോദിക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ ഞാൻ എന്താ ചോദിക്കണോ വേണ്ടിയാ? ചോദിക്കണ്ട, ഉറപ്പാണോ? നിങ്ങൾ പറഞ്ഞാൽ ശരി, ആരോട് ചോദിക്കണ്ട. പക്ഷെ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ഇതെന്താ പറ്റുക? എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ആക്സിഡന്റ് സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും PASS പാസ് കണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാൻ വിട്ടുപോയി. എങ്ങനെയാണെന്ന് വെച്ചാല്, ശില്പി ഞാനിതെങ്ങനെ എടുത്താൽ നിങ്ങൾ കണ്ടോ? ശ്രദ്ധിച്ചാ നിങ്ങൾക്ക് പറ്റുന്ന ഇത് തന്നെയാണ്. എടാ, കത്താനും പഠിച്ച് പാസും പഠിച്ചു എല്ലാം പഠിച്ചു, ദൈവമേ ഇയാളെങ്ങനെയാ എടുത്തേ? അത് നമ്മൾ മറന്നുപോയല്ലോ. എന്താ നിങ്ങൾ മറന്നുപോയെ? നിങ്ങളെങ്ങനെയാ മറന്നുപോയെ? എന്താ മറന്നേ? ഇതെങ്ങനെ എടുക്കണ്ടേന്ന് നിങ്ങൾ മറന്നുപോയി ഇല്ലേ? ഇപ്പൊ മറന്നുപോയില്ലേ? തീയാർന്ന് കത്തുന്നുണ്ട്, 3 മിനിറ്റേ ഉള്ളു നമുക്ക്. പിടിയും കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആ ബാക്കിയൊക്കെ അറിയാം, പാസ് അറിയാം, റൂട്ട് ഓഫ് ദ ഫയർ, ഇതറിയാം. പക്ഷെ എടുത്തത് മറന്നുപോയി. ഇന്ന് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കുഴപ്പമില്ല, നമുക്കറിയാം. പക്ഷെ എന്താ ഞാൻ ചെയ്ത ശരിയാവും, അല്ലെങ്കിലോ തെറ്റിപ്പോവോ? ഇനി അല്ലെങ്കിലും ഇതിലും വലിയ പ്രശ്നം വരുന്ന അവിടെയാണ്. ആടെ കൂടിയിരിക്കുന്നവർ സത്യം പറ, എന്താ കുറവാക്കുവോ? അല്ലേ? ശരിയല്ലേ? ഞാനിവിടെ നേരത്തെ കേസിലെല്ലാം പറ്റുന്ന കുഴപ്പം എന്താ? ഇത് തന്നെയാ. ഞാൻ ചെയ്ത തെറ്റിപ്പോവുക, കുറവാക്കുക. ഒന്നുമില്ല. നിങ്ങളിപ്പോ കുട്ടീനെ എടുക്കുന്ന പോലെ ഇങ്ങനെ എടുത്തിട്ട് പൊയ്ക്കോ, പ്രശ്നമില്ല.
പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ ടൈമിൽ പ്രവൃത്തി. ആ 3 മിനിറ്റും മറ്റേ CPR എല്ലാം പറഞ്ഞില്ല, ഇതിൻ്റെ ടൈം, ആ ടൈം ചെയ്യും. നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കും, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ പതറിപ്പോരും. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ തെറ്റിപ്പോവുക. അതിൽ ഏറ്റവും വലിയ ഇതാണ്. അപ്പം നിങ്ങൾ ഈ ഫോൺ ഒരു നല്ല ലേറ്റസ്റ്റ് ഫോൺ വാങ്ങി നമുക്ക് കൺഫ്യൂഷനാണ്. ഞാനെന്തൊക്കെ ചെയ്തു പോയാൽ നമ്മളെന്നല്ലേ ആ സമയത്ത് ചെറിയ പിള്ളേർക്ക് കൊടുത്ത് നിങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംബന്ധിച്ചൊന്നുമില്ല, ഇങ്ങനെ തോണ്ടിയിട്ട് അവർക്ക് ആ ഒരു പേടിയില്ല. ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവർക്ക് ചെറിയ കുട്ടിയെ കൊടുത്തില്ല, ആരെങ്കിലും നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ ഉപയോഗിക്കണം, അവരെ പഠിച്ചു കൊടുത്തിട്ടുണ്ടോ? പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അല്ലേ? ശരിയില്ല, അവർ പഠിച്ചെടുക്കുക. എന്തുകൊണ്ടാണ്? അവർക്ക് ആ പേടിയില്ല. നമുക്ക് പറ്റുന്ന എന്താ പ്രശ്നം? ഇതിന് മാത്രമല്ല, ആക്ഷൻ സിറ്റുവേഷൻ നമ്മൾ പതറി പോകാൻ. ഇനി ഫയർഫോഴ്സിനെ വിളിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഇതെന്താണെന്ന് വെച്ചാൽ ഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഫയർ ഫോളാണ്. പല സ്ഥലത്തും ചിലപ്പോൾ നിങ്ങൾ ഇത് കണ്ടിരുന്നു വരും. ഇതെന്താ വെച്ചാൽ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫ്ലാറ്റിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഈ ബോൾ അവിടെ എറിയും, ഇത് ബ്രേക്ക് ചെയ്യും. ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇതൊരു കെമിക്കൽ പൗഡർ, അതുപോലെ ഇത് ബ്രേക്ക് ചെയ്യും. ഈ ഓക്സിജന്റെ സപ്ലൈ നേരത്തെ പറഞ്ഞല്ലോ, ശില്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. കത്താൻ 3 കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞില്ലേ? ഓക്സിജൻ വേണം, കത്താൻ പ്രാപ്തമായ വസ്തു വേണം, പിന്നെ കത്താൻ പ്രാപ്ത. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ കട്ട് ചെയ്താൽ തീ കെടും. തീ കെടുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, കെടും. ഈ കെടുമ്പോൾ നമുക്ക് സാധാരണ റിസോഴ്സ് നമുക്ക് ഉള്ളത് എന്താ? വെള്ളമാണ്. വെള്ളം കൊണ്ടാണ് തീ വിടുന്നത്. ശരി, ഈ വെള്ളം എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ മണ്ണെണ്ണ കത്തിക്കുന്ന ഇതിൽ നമ്മൾ തീയിൽ വെള്ളം ഒഴിച്ചാൽ എന്താ പറ്റും? വെള്ളം താഴെ പോകും. ഈ പെട്രോള് മണ്ണെണ്ണ ഇതൊക്കെ ഇത് മേലെ, അപ്പം തീ കെടില്ല. അതിന് നമ്മൾ ഫോം ചെയ്തിരിക്കും. അപ്പം ഡിഫറെൻറ്റ് സ്ട്രാറ്റജി, ഡിഫറെൻറ്റ് ഇത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു ഇലക്ട്രിക് ഫയർ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഇലക്ട്രിക് ഫയർ ആണെങ്കിൽ നിങ്ങൾ പല സ്ഥലത്തും ചില സ്ഥലത്ത് ഇത് കണ്ടിട്ടുണ്ടാവും. ഇതാണ് CO2 എക്സ്റ്റിങ്വിഷർ, കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇതെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടർ മോണിറ്റർ അതുപോലെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സിന് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുപയോഗിക്കുന്ന ഒരു ഫയറാണ്, ഒരു എക്സ്റ്റിങ്വിഷറാണ്. CO2 എന്നാണ് പറയുന്നത്. ഇത് മറ്റേ പോലെ ഇതെന്ന് വെച്ചാൽ സിംഗിൾ യൂസാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് മാറണം. ഇതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുക. അതാണ് ഇതിൻ്റെ വിട്ട്. ഇതിനകത്ത് ഗ്യാസാണ്. മറ്റേന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ മോണിറ്റർ ഇതുപോലെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് അത് കേടായി പൗഡർ ഉപയോഗിച്ചാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ അതിൻ്റെ കേട് വരില്ല. ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഗ്യാസാണ്. CO2 ഗ്യാസ് ഇതാണ്. മറ്റേത് ഇതിപ്പോൾ ഗ്യാസ് വരും, അത് തീ കെടും. മറ്റേത് നമ്മളെന്തൊരു ഡ്രൈ കെമിക്കൽ പൗഡർ ആകും. ഇതിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളിതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആവശ്യം കഴിയും. പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഇലക്ട്രിക് ഫയറിന് ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് കേട് വരിക. ഇത് സാധാരണ നമ്മൾ കാണുന്ന ഓഫീസുകളിലാണ് ഇത് സാധാരണ കേസ്. ഇതുപോലെ ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ഇത് എന്താ കാണുമ്പോൾ ബാങ്കിലെല്ലാം പോയി കഴിയുമ്പോൾ ഈ സാധനം ഉണ്ടാകുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. മറ്റേ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതാണ് CO2 എക്സ്റ്റിങ്വിഷർ എന്ന് പറയുന്നത്. ഉണ്ടല്ലേ? ഇലക്ട്രിക് റൂമിലുണ്ട്. ഉണ്ടല്ലോ അല്ലേ? പക്ഷെ ഇതെന്താന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അത് ഇതേ ഇത് തന്നെയാണ് ഈ പിന്നെ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നത്. ഈ ഫയർഫോഴ്സിനെ വിളിക്കേണ്ട ഒരു ഇതിലേക്ക് ഞാൻ പറയാം. ഫയർഫോഴ്സിനെ വിളിക്കേണ്ട നമ്പർ നേരത്തെ ഞാൻ പറഞ്ഞു തന്നില്ലേ? ഇത് ആദ്യം വരേണ്ട കേസാണ്. ഇത് നമ്മൾ നേരെ തിരിച്ചാൽ വേണ്ടത്. ക്ലാസ് വേണോ വേണ്ടെന്ന് വെച്ച് ലാസ്റ്റ് പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഫുള്ള് ഇതിലേക്ക് എത്തി. ഏതായാലും നിങ്ങളും മെനക്കെട്ടെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഒഴിവാക്കാം. അപ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കേണ്ട നമ്പർ എന്നല്ല 101. അപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ എൻ്റെ അപകടത്തിൽ നിങ്ങൾക്ക് ഫയർഫോഴ്സിനെ വിളിക്കാം. കാരണം ഞങ്ങൾ 24 ഇപ്പോൾ ശില്പക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ പിള്ളേർ ചുരിദാറിൽ ഇട്ടിട്ട് ഇവിടെ വരണം. പക്ഷെ നടക്കില്ല. എനിക്കുണ്ട്. പക്ഷെ നമ്മൾ ഈ ഡ്യൂട്ടിയിലേക്ക് നമ്മൾ ഈ ഫുൾ ഈ വേഷം
എന്നുവെച്ചാൽ ഒരു കോള് വന്നാൽ 2 മിനിറ്റിന് മുമ്പ് നമ്മൾ സ്റ്റേഷനിൽ വണ്ടി വിട്ടിരിക്കും. അത് 24/7. എന്നുവെച്ചാൽ ഫോണ് രണ്ടാമത്തെ ഫോണിൻ്റെ അടുത്ത് എപ്പോഴും ഒരാളുണ്ടാവും. ഇപ്പോഴും നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നു. അപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഫോൺ എടുക്കും. വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും എവിടുന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ വെച്ചാൽ നിങ്ങൾ വിളിക്കും. നമ്മൾ ആദ്യം ചോദിക്കുക നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കും. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ചെയ്യും. പിന്നെ ഓക്കെ എവിടെയാണ് ലൊക്കേഷൻ ചെയ്യും. ഇപ്പോൾ ഈ ഫ്ലാറ്റ് ആണെന്നുണ്ട് ധനലക്ഷ്മി ഹോസ്പിറ്റൽ. നിങ്ങളൊരു ലൊക്കേഷൻ തരും. ധനലക്ഷ്മി ഹോസ്പിറ്റൽ മെയിൻ എല്ലാവർക്കും അറിയുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ ലൊക്കേഷൻ ചോദിക്കും. പിന്നെ നമ്മൾ ഉടനെ വണ്ടി ഇങ്ങോട്ട് പോയി. അപ്പോൾ 5-4 വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഫോൺ പിന്നെ എൻഗേജ് ആക്കാൻ പാടില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അടുത്ത് എത്താനുള്ള ഒരേ ഒരു മാർഗം ആ നമ്പറാണ്. നമ്മളത് ബ്രേക്കിട്ടാണ് ഇങ്ങോട്ട് വിടുകയാണ്. പിന്നെ ഈ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിങ്ങൾ 2-3 ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ഒന്നാമെന്ന് വെച്ചാൽ 5-4 വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫോൺ എൻഗേജ് ആക്കാൻ പാടില്ല. സപ്പോസ് ഇതിൻ്റെ അടുത്ത് അപ്പുറത്ത് അവിടെ എവിടെയെങ്കിലും ആയിട്ട് ഒരാൾ കിണറിൽ വീണ ഒരു കേസാണ് നടന്നത്. അപ്പോൾ ഇവിടെ വണ്ടി വരും. ചില സ്ഥലങ്ങളിൽ വലിയ വണ്ടി വരില്ല. അപ്പം നിങ്ങൾ ഇൻഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കുക. വലിയ വണ്ടി വരും, വലിയ വണ്ടി വരില്ല. ചെറിയ വഴി ഉണ്ടാവും. അപ്പോൾ ആ ഇൻഫർമേഷൻ നിങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കുക. പിന്നെ വേറെന്ന് വെച്ചാൽ ഇടുങ്ങിയ വഴിയാണ് നോക്കുക. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കേട്ടവർ ആ ഭാഗത്തേക്ക് ഓടിപ്പോകും. ഇല്ലേ? അവർക്ക് നിങ്ങളെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരാൾ കിണറിൽ വീണ് എന്തെങ്കിലും ആയിക്കട്ടെ, കേട്ടവർ അങ്ങോട്ട് ഓടിപ്പോയി. ഇവർ കിട്ടുന്ന വാഹനത്തിൻ്റെ ഓടിക്കുക. ബൈക്കോ കാറോ സ്കൂട്ടറോ എന്തെങ്കിലും ഇവർ പോയ വണ്ടികൾ അടുക്കി വെക്കുമോ? ഇല്ല, ഒരിക്കലും വെക്കൂല. ഇവർക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഇവരുടെ ഇൻറ്റൻഷൻ എന്താണ് നടന്നതെന്ന് കാണും. അപ്പം നമ്മൾ വരുമ്പോൾ നമുക്കെന്ത് പറ്റും? നമ്മൾ നിർത്തി ഓരോ വണ്ടിയും എടുത്ത് മാറ്റി പിടിച്ചിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തേണ്ടി വരും. അത് ടൈം ലോസ്. അപ്പം നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കുറെ 5-4 വണ്ടി വരുന്നത് ദ പാത്ത് ഷുഡ് ബി വേ ഈ കം ഷുഡ് ബി ക്ലിയർ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ വണ്ടി വരുന്നത് ആ താണ ജംഗ്ഷൻ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞിറങ്ങി ഇവിടുന്ന് പണി ഇങ്ങനെ വെച്ചു. അല്ലെങ്കിൽ നമ്മൾ നേരെ കക്കാട് വഴി ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വരുന്നു. എത്ര കൺജഷൻസ് ആ വണ്ടികൾ അവിടെ ഉണ്ടാവില്ല. എത്ര ഡിലേ എടുക്കുന്നു. അപ്പോൾ 5-4 ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളുകൾക്ക് ഇങ്ങനെ വണ്ടി വരുന്നുണ്ട് അത് ക്ലിയർ ആക്കാൻ ഉള്ള സംവിധാനം ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് ആസ് ഏർലി ആസ് പോസിബിൾ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. നമ്മളിവിടെ മാത്രം വിളിച്ചില്ല, നമ്മുടെ പാത്ത് നിങ്ങൾ ക്ലിയർ ആക്കി തരണം. പിന്നെ എപ്പോഴും എന്ന് വെച്ചാൽ ഒരു മെയിൻ ജംഗ്ഷൻസ് ഇപ്പോൾ എനിക്കറിയാം ഈ ജംഗ്ഷൻ ഞാൻ ഇവിടുത്തെ തന്നെയായിരുന്നു. പുറമേ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ ജോലി ചെയ്യും. അപ്പോൾ മെയിൻ ജംഗ്ഷൻസ് സപ്പോസ് ആ ധനലക്ഷ്മിൻ്റെ ജംഗ്ഷൻ അല്ലെങ്കിൽ താണ ജംഗ്ഷൻ അവിടെയൊക്കെ ഓരോ ആൾക്കാരെ നിർത്തിയിട്ട് ജസ്റ്റ് കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇത് വേറെ എവിടെയെങ്കിലും സ്ഥലമാണെങ്കിൽ ഇങ്ങനെ ഒരാളെ കൈ കാണിച്ചാൽ എന്താ പറ്റുക? വണ്ടി വരുന്നുണ്ട്, നിങ്ങൾ ഒരാളിങ്ങനെ കൈ കാണിച്ചാൽ അവർ വണ്ടി നിർത്തണ്ട. അവർക്ക് ഒന്നേ പോലെ മറ്റേ അവിടെ നിർത്തി 3 ആളോട് ചോദിക്കണം. ഇത് TVS അപ്പാർട്ട്മെന്റ് എവിടെ കുറേ അപ്പാർട്ട്മെന്റ് ഉണ്ട്, എവിടെയാ? അവർ കൺഫ്യൂഷൻ അറിയുന്ന ഒരാളെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റില്ല. അതുപോലെ ഇതേപോലത്തെ ഹെൽപ്പുകൾ നിങ്ങൾക്ക് കുറേ ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് കാര്യമായാലും ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളൊരു യാത്ര പോകാന്ന് പറഞ്ഞു, നിങ്ങളൊരു കാല എവിടെയെങ്കിലും നിങ്ങളൊരു യാത്ര ടൂർ എവിടെയെങ്കിലും പോകും, പെട്ടെന്ന് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തു. മീൻസ് വണ്ടി ആക്സിഡൻ്റ് ആയി അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല, യു നീഡ് എ ഹെൽപ്പ്. നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. യാത്ര നിങ്ങൾ ആരെയും വിളിക്കുക. എൻ്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? പെട്ടെന്ന് നിങ്ങളൊരു യാത്ര പോവുക, ട്രിവാൻഡ്രം എവിടെയെങ്കിലും ആയിക്കോട്ടെ, പെട്ടെന്ന് നിങ്ങളൊരു വിജന പ്രദേശത്ത് നിങ്ങളെ വണ്ടി പഞ്ചറായി എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. യു നീഡ് എ ഹെൽപ്പ്. നിങ്ങൾ എന്താ ചെയ്യുക? അങ്ങനെ വരാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? കാര്യം വണ്ടി അയ്യോ എന്ന് വെച്ച് കാര്യം എല്ലാവരും കൂടി വട്ടം കൂടി എടുക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ നിങ്ങൾ ആ ഭാഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എന്നാണ് മനസ്സിലായി. അത് പോലീസിനെ വിളിക്കുക, അതന്നെ നിങ്ങൾ പറഞ്ഞ പോലീസിൽ തന്നെ വിളിക്കണേ. ഏത് നമ്പറിലെ വിളിക്കുക? 101 5-4 വിളിക്കണം. വേണ്ട, അതിനൊന്നും നമ്മളെ വിളിച്ചേക്കരുത്. നമ്മുടെ പണിയല്ല. നമ്മൾക്ക് അപകടം പറ്റിയല്ല വിളിതരാറുണ്ട്. പക്ഷെ അത് നമ്മുടെ അല്ല. നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് ഞാൻ പറഞ്ഞ 112 112. ഈ നമ്പറിന്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും കണ്ടിട്ടോ 112 ഹൈവേ പെട്രോൾ വണ്ടി ഇങ്ങനെ വെറുതെ കണ്ടു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തരും 112 നമ്പർ. ഈ നമ്പറിന്റെ പ്രത്യേകത മീൻസ് നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ ലൊക്കേഷൻ
ആ എടുക്കുന്ന ആൾക്ക് തിരിയും. യുവർ ലൊക്കേഷൻ അവിടെ കിട്ടിയില്ല. അയാൾ നിയർ ബൈ വണ്ടി നിങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു 100 വിളിച്ചു കഴിഞ്ഞാൽ അവരവിടെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പോയാൽ വരുള്ളൂ. മറ്റേന്ന് വെച്ചാൽ നേരെ അവിടെ പോകും. അവർ നിങ്ങളുടെ ലൊക്കേഷൻ മനസ്സിൽ ഒരു 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ ടാക്സി നിങ്ങൾക്ക് ഹെൽപ്പ് അവിടെ കിട്ടി. അപ്പോൾ ഈ നമ്പർ നമ്മൾ ഓർത്തിരിക്കുക. നമ്മുടെ ഏതെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ നമ്പറിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് 1 ഓക്കെ. അപ്പോൾ ഏകദേശം നമ്മൾ ലേറ്റ് ആയിപ്പോയി ഒരു വണ്ടി അന്നേരമായിട്ടില്ല. പിന്നെ വളരെ താങ്ക്സ്. നിങ്ങൾക്കും ബോറടിച്ചാവാം. ബോറായിരുന്ന എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിരുന്നു, എന്തെങ്കിലും ഗുണം കിട്ടിയ. അപ്പോൾ പഠിച്ച കാര്യം ഓർത്തിരിക്കുക. പതറെടുത്ത് എന്ത് സിറ്റുവേഷൻ ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക കേട്ടോ. ഒരിക്കലും പതറെടുത്ത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് തന്നെ കാണുന്നു. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് കണ്ണൂരിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു.